വീടെന്ന് വെച്ചാൽ എൻ്റെ ആയിരിക്കും. സോ ഇപ്പം സമയം 7:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം എണ്ണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് പോയി പല്ലൊക്കെ തിരിച്ചിട്ട് വരാം. അപ്പം നമുക്ക് പാല് വാങ്ങിച്ചിട്ട് തരാം കടയിൽ പോയി. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടി. ഇവിടെ റേഡിയോ വെക്കും, രാവിലെ വെക്കും അച്ഛൻ എണ്ണിക്കുമ്പോഴേ റേഡിയോ വെക്കും. അപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമുക്ക് പാല് വാങ്ങിച്ചിട്ട് തരാം. ഓക്കെ. ഇപ്പോൾ ചായ ഉണ്ടാക്കുക. ചായ എനിക്കല്ല കേട്ടോ, ഞാൻ ചായ കുടിക്കാറില്ല. ഞാൻ കോഫി ലവറാണ്, കോഫി കുടിക്കാറുള്ളൂ, അതും വല്ലപ്പോഴും. ഇതിപ്പോൾ അച്ഛന് ചായ തിളപ്പിച്ച് കൊടുക്കുക. ഓക്കെ ഗൈസ്, രാവിലെ ഫുഡ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അമ്മ ഇവിടെ ഇല്ല, അമ്മൂമ്മയുടെ വീട്ടിൽ പോയിരിക്കുക. അവിടെ അമ്മനും അമ്മായിയും ഒക്കെ മൂകാംബികയെ പോയിരിക്കുക. അപ്പം അവരിന് വെള്ളിയാഴ്ച വരത്തുള്ളൂ. അപ്പം അമ്മ അവിടെ നിൽക്കുന്നതിന് കുറച്ച് ദിവസം. അപ്പം അമ്മ അവിടുന്ന് നേരെ സ്കൂളിൽ പോകും. അമ്മ സ്കൂളിലായിരുന്നു. അപ്പം അവിടുന്ന് അമ്മ നേരെ സ്കൂളിലോട്ട് പോകും. പിന്നെ അച്ഛനും എനിക്കും വേണ്ടി രാവിലെ ഫുഡ് ഉണ്ടാക്കണമല്ലോ. അപ്പം അതിന് ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ടാക്കാം. കുറച്ചുപ്പ്. അയ്യോ, ഞാൻ വിയർത്ത്. എന്തായാലും ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം. ദോശ ഉണ്ടാക്കുന്ന കാണിക്കാൻ ഇന്നൊന്നും ഈ വീഡിയോ തീരത്തില്ല. സോ ഞാൻ ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വരാം. സമയം 8:15. എനിക്ക് 8:30 പോകണ്ടേ. ഞാനെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? എന്തായാലും നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് വരാം. ഗൈസ്, ഞാനങ്ങനെ മേലൊക്കെ കഴിഞ്ഞ് എനിക്ക് തല കുളിക്കാനുള്ള സമയമില്ല. അപ്പം ഞാൻ റെഡി ആയിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. ഇനി റെഡിയാണ്. എനിക്കൊന്നും കാണിക്കാൻ സമയമില്ല. മണി 8:45, 8:30 ഇറങ്ങണമെന്ന് പറഞ്ഞതാണ്. ഇതാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. എനിക്ക് ചൂട്, എനിക്ക് ഫ്രോക്കൊന്നും ഇടാൻ വയ്യ എനിക്ക്. ഞാനതുകൊണ്ട് പാൻറ്റ് ഷർട്ട് പോയിട്ട് വരാം. ഞാൻ ഇറങ്ങുക കേട്ടോ. അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാം. അതൊക്കെ പോയാൽ മതി എന്ന് ഇപ്പം അമ്മ വിളിച്ചു. അമ്മ വിളിച്ചു. അമ്മൂമ്മയുടെ വീട്ടിലോട്ട് വാ. അപ്പോൾ മാമൻ വിളിച്ച് പറയുന്നു കട തുറക്കും, അപ്പം അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പം അമ്മൂമ്മയുടെ വീട്ടിൽ പോവാം. അവിടെ ചെന്നിട്ട് ബൈ.
ഗൈസ്, ഞാനിപ്പം അമ്മൂമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം മുല്ലക്കൽ മാമൻ്റെ കടയിലോട്ട് പോകണം. അപ്പം അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. കാണുന്നുണ്ടോ? ഭയങ്കര വെയിൽ. ഗൈസ്, അങ്ങനെ ഞാൻ എൻ്റെ മാമൻ്റെ കടയിലെത്തി. എൻ്റെ ചിറ്റപ്പൻ വന്നിട്ടുണ്ട്. പിന്നെ വേറെ ഇവിടെ ഒരു അങ്കിളുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് പോകും, എന്നിട്ട് ഉച്ചയ്ക്ക് വരും. ഗൈസ്, വേറെ തട്ടി ഞാനങ്ങനെ അസാഡോയിൽ വന്നേക്കുവാണ്. ഞാൻ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. പക്ഷേ അതെനിക്ക് കഴിക്കാനുള്ള സമയം കിട്ടിയില്ല. ഞാനൊരു പകുതി ദോശ കഴിച്ചു, ബാക്കി എനിക്ക് കഴിക്കാൻ സമയം കിട്ടിയില്ല. ഞാനപ്പം വിചാരിച്ചു കടയിൽ കയറി വല്ലതും പാക്ക് ചെയ്ത് അമ്മൂമ്മ വീട്ടിൽ പോയി കഴിക്കാം. സോ വെയിറ്റിംഗ് ആണ്. ഇവിടെ തുറന്നായിരുന്നേ ഉള്ളൂ. അപ്പോൾ 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. സോ വെയിറ്റിംഗ് ആണ്. ഗൈസ്, ഇവിടെ വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അതാണ് വേറൊരു പോയിന്റ്. ആൻഡ് എന്തൊരു സമാധാനമാണെന്നറിയോ ഒറ്റയ്ക്ക് ഇരിക്കാൻ. ഭയങ്കര സമാധാനം ഒറ്റയ്ക്ക് ഇരിക്കുക എന്നുള്ളത്. ഓക്കെ, ഇവിടെ വേറെ ആരും ഇല്ല, ഞാൻ മാത്രം. ഞാനാണ് ഇവരുടെ ഫസ്റ്റ് കസ്റ്റമർ. One eternity later. ഗൈസ്, അങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് നമുക്ക് സാധനം കിട്ടിയത്. അവിടെ എല്ലാവരും വന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് അമ്മമ്മ അടുത്ത് തന്നെ വന്നു. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് ഞാനൊന്ന് പോകും. പിന്നെ രാത്രിയിൽ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് അച്ഛൻ്റെ കൂടെ വരും. സോ നമ്മളിവിടെ എത്തി. ഇരിക്കുന്ന സാധനമുണ്ടേ, അത് ഞങ്ങളുടെ വീട്ടിലെ കണ്ട എന്താടാ ജാക്കി, നമ്മുടെ വീട്ടിലെ നമ്മുടെ പട്ടി പ്രസവിച്ച കുഞ്ഞാണ് ഇവൻ, ഈ ചെറുക്കൻ. കണ്ട കുരക്കുന്നുണ്ടോ അവൻ? എന്തോ നമുക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ. ഞാൻ പകുതി ദോശ കഴിച്ചുള്ളായിരുന്നു. അപ്പം എത്തി നോക്കുന്നുണ്ട, അവൻ എത്തി നോക്കുന്നു. അപ്പം എന്തോ സാധനം അമ്മമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, നോക്കാം. ഇതെന്തുവാ? ഒന്നുകൂടെ പറഞ്ഞ എന്തുവാന്ന്? എന്തോ ഉണ്ടാക്കിയത് ഒന്നുകൂടെ പറഞ്ഞേ. എന്തോ? ബ്രെഡ് റോസ്റ്റ്. നിക്ക് ഇവിടെ ഞാൻ തുറക്കാം. പിന്നെ നോക്കും. പഴമാങ്ങ കറിയുണ്ട്, വേണ്ട. മീൻകറിയുണ്ട്, കോവയ്ക്കുണ്ട്. നമുക്ക് നല്ലോണം കഴിച്ചിട്ട് ഗൈസ്, അങ്ങനെ നമ്മൾ പിന്നെയും കടയിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാ. ഫുഡ് കഴിച്ചിട്ട് പിന്നെയും വന്ന് എനിക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, വേഗം വന്നു. എന്നിട്ട് ഇപ്പം ഇവിടെ ഇരിക്കും ഇങ്ങനെ പോസ്റ്റ് അടിച്ചൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാം. ഇത് നമ്മുടെ ഓപ്പോസിറ്റ് മുല്ലക്കലമ്പലം കാണിച്ചതാ. അവിടെയാണ് നമ്മുടെ മുല്ലക്കമ്പലം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആ മേളിൽ കണ്ട പ്രതീക്ഷ, അവിടെ നമ്മുടെ കടയാണ്. പിന്നെ അപ്പുറത്തുണ്ട് നല്ല സ്കൈയല്ലേ. ഇതാണ് നമ്മുടെ കട. ഞാൻ ഫുള്ള് വാങ്ങിച്ചു. യെസ്, സമയം 5 കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. 5:20 സമയം വൈകിട്ട്. ആൻഡ് സ്റ്റിൽ ഞാൻ കടയിലാണ്. അമ്മ ഇപ്പം സ്കൂളിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് വരും. നിങ്ങൾക്ക് വല്ലതും കേൾക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞില്ല. ഗൈസ്, അങ്ങനെ കടയിൽ ഞാൻ പിന്നെ ഇറങ്ങിട്ടോ. ഇനി ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. അതിന് മുന്നേ അമ്മൂമ്മയുടെ വീട്ടിലൊന്ന് കയറണം. ആൻഡ് എൻ്റെ മുഖം നോക്കൂ,
രാവിലത്തെ മുഖം ഈ മുഖം നോക്കും, ഞാൻ മൊത്തം അളഞ്ഞ് നാറിയിരിക്കും. എന്തായാലും അമ്മൂമ്മയുടെ ഒട്ടിച്ചെന്നിട്ട് കാണിക്കാം. അങ്ങനെ അമ്മൂമ്മയുടെ വീട്ടിലെത്തി. ഇനി എൻ്റെ അഡാപ്റ്റർ അമ്മൂമ്മ എടുത്തിരിക്കുക. അപ്പം അമ്മയുടെ അടുത്തിട്ട് ഇരിക്കുക. അപ്പം അഡാപ്റ്റർ എടുത്തിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോകും. ഇവിടെ സീരിയൽ കാണുക. അപ്പം നമ്മളെ അമ്മൂമ്മയായിട്ട് വന്നെങ്കിൽ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവാം. ബ്രെഡ് ഉണ്ട് കയ്യിൽ, അഡാപ്റ്റർ കീഴ്പോണ്ട്. അപ്പം അതെടുക്കാൻ വന്നത്. അപ്പൊ കേസ് നമുക്ക് ഇറങ്ങാം കേട്ടാ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ജീവിതം നമുക്ക് അമ്മൂമ്മ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പോകുക ഏട്ടാ. തിരിച്ചേ ഇവൻ ചിരിക്കും. നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇവൻ ചിരിക്കുന്ന. എന്താ ചിരിക്കണേ? ഗുഡ് ബോയ്. അങ്ങനെ ഗൈസ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ അകത്തോട്ട് കയറിച്ചാൽ പുറത്തോട്ട് കയറത്തില്ല. എല്ലാ സാധനവും എന്തെങ്കിലുമുണ്ട്. ഞാൻ അകത്ത് കയറിയിട്ട് ഒന്ന് മര്യാദയ്ക്ക് ഹെൽമെറ്റൊക്കെ ഊരിയിട്ട് കാണിച്ചു തരാം. കാണുന്നുണ്ടോ നടക്കില്ല വെട്ടം. ഓക്കെ ഹേ ഗൈസ്, അങ്ങനെ ഞാൻ വീടിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ദൈവമേ, രാവിലെ കുളിച്ചിറങ്ങി റെഡിയായി എന്നെയല്ല നിങ്ങളിപ്പോൾ കാണുന്നത്. എൻ്റെ മുഖം നോക്ക്. ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. മുഖമൊക്കെ ഫുള്ള് വിയർത്ത് ഭയങ്കര സീനായിരിക്കുവാണ്. എൻ്റെ കമ്മലൊക്കെ ഇല്ല. കമ്മലൊക്കെ ഞാൻ ഊരി വെച്ച്. ഇനി അങ്ങോട്ട് ഇപ്പം ഇത്ര ഉള്ളു. ഞാനിപ്പോൾ ഇത്ര വീഡിയോ എടുക്കുന്നുള്ളൂ. ഇനി അങ്ങോട്ടെന്ന് വെച്ചാൽ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഇവിടെ ഒക്കെ ഒന്ന് ഒതുക്കി ഒന്ന് കിടന്ന് ഫോണൊക്കെ കുത്തും. ഇനി ഫോൺ നോക്കും, കിടക്ക അത്രേ ഉള്ളൂ. പിന്നെ ലേറ്റായിട്ടൊക്കെ ആയിരിക്കും കിടക്കണത്. ആൻഡ് അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. സോ ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കൊന്നുമില്ല. സോ ബൈ ഗൈസ്.